ഗൈസ്. അപ്പൊ ഞങ്ങൾ ഇവിടെ ദുബായിലെ ഗ്ലോബൽ വില്ലേജിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. അതെ ഗൈസ്. അപ്പൊ ഞങ്ങൾ ഒരാളെ കൂടി പരിചയപ്പെടുത്താക്കാൻ പോയി. So this is my cousin. She is my sister, cousin sister ആണ്. പേര് പറയൂ. നിലിയ. അപ്പൊ ഇവള് ഓൾറെഡി കേറിയിട്ടുണ്ട്. ഇവര് അല്ലെ ടൂർ പോയപ്പോ കേറിയിട്ടുള്ളതാണ് ഇവള്. അപ്പൊ ഇവർക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ ഇവർക്ക് ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങളുടെയൊക്കെ ഹെൽപ്പർ ആണ്. അപ്പൊ ഇവിടെ എല്ലാ ഗ്ലോബൽ വില്ലേജ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കൺട്രീന്റെയും കുഞ്ഞിതായിട്ട് കുഞ്ഞു ഷോർട്ട് ഫോം ആയിട്ട് ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവും. കുറെ കൺട്രീസ്, ജപ്പാൻ, കൊറിയ, അങ്ങനെ കുറെ ഐക്കൺസ് എല്ലാം ഇവിടെയാണ്. നമ്മുടെ ഇന്ത്യ വരെ ഇവിടെയുണ്ട് കേട്ടോ. അപ്പൊ ഇത് നല്ല സൂപ്പറാണ്. നമുക്കിവിടെ ഇതിന്റെ അകത്തൊക്കെ കേറിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ അറിയാം. ഗ്ലോബൽ വില്ലേജിന്റെ അകത്താണ്. ഇവിടെ കുറെ കൺട്രീസ് കാണാം. ചൈന, പാലസ്തീൻ, ലെബനൻ, ഖത്തർ, മൊറോക്കോ, ഈജിപ്റ്റ്, എല്ലാ കൺട്രീസും ഇവിടെ നിങ്ങൾ കറങ്ങി കാണാം. of gold, right? No, yeah, this is made of gold. Guys, നമ്മളിവിടെ നിൽക്കുന്നത് ഇന്ത്യയുടെ ഭൗതിന്റെ അകത്താണ്. അപ്പൊ ഇവിടെ അതിൻ്റെതായിട്ടൊരു കൾച്ചറായിട്ട് ഇവിടെ കാണിക്കുന്നത് കുറേ ഉണ്ട്. നമ്മളിടുന്ന വളകളും മാലകളും ഡ്രസ്സും എല്ലാം ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഐക്കോണിക് ബിൽഡിങ്സ് ലൈക്ക് താജ്മഹൽ ഒക്കെ ഇവിടെ പ്രദർശിച്ചിട്ടുണ്ട്. നമുക്ക് ഷോർട്ടായിട്ട് നമുക്ക് എല്ലാം കാണാം. ഗൈസ്, അപ്പം നമ്മളിപ്പോൾ കയറാൻ പോകുന്നത് ഇറാനിലേക്കാണ് അല്ലേ? ഇനിയിപ്പോൾ അവിടുത്തെ അവിടുത്തെ നമുക്ക് നോക്കാം. അവിടുത്തെ കൾച്ചർ എങ്ങനെയാ, ഡ്രസ്സ് എങ്ങനെയാ, അത് ഗോൾഡ് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. യെസ് ഗൈസ്. Cheese chips. You can try this, okay? Iran cheese chips. ഗൈസ്, അപ്പോൾ നമ്മളിനി കയറാൻ പോകുന്നത് ചൈനയിലേക്കാണ് അല്ലേ? അതെ ഗൈസ്, ഇതാണ് ഏറ്റവും വലുതായ നല്ല ഭംഗിയിൽ എനിക്ക് തോന്നിയത് ഗൈസ്. ഇത് ഏഷ്യയിലെ ഏറ്റവും വലിയ കൺട്രിയാണ് ചൈന. അപ്പോൾ നമുക്ക് ചൈന കയറി എന്തിട്ടാന്ന് നോക്കാം. Come on guys. അഫ്ഗാനിസ്ഥാൻ പവലിയന്റെ മാൻ കൊണ്ട് ഉണ്ടാക്കിയ ഇത് ശരിക്കും ഒറിജിനൽ സ്കിന്നാട്ടോ. മാന്റെ സ്കിന്ന് വെച്ചുണ്ടാക്കിയ ചവിട്ടിയാട്ട ഗൈസ്.
we go to this one? Turmeric scrub. ഗായ്സ് അപ്പൊ എല്ലാത്തിനും നല്ല റേറ്റ് ആട്ടോ. 25 എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യൻ മണി നമുക്ക് 10 ഒക്കെ ആണെങ്കിൽ 10 dirhams ആണെങ്കിൽ 230 ഇന്ത്യൻ റുപ്പീസ് ആയിരിക്കും കേട്ടോ. അപ്പൊ അത് നല്ല നമുക്ക് ഇങ്ങനെ കണ്ടിട്ട് പോവാം. അത് പുറത്ത് നമ്മൾ ഇത്തിരി അല്ലേ ശരിയാണ്, നമ്മൾ പുറത്ത് കഴിഞ്ഞാൽ 5 dirhams കിട്ടും. അപ്പൊ നമ്മൾ പുറത്ത് പോകണതാണ് ലാഭം. നമുക്ക് എല്ലാം ഇപ്പൊ കണ്ടിട്ട് പോകാം. ഞാൻ അപ്പൊ കണ്ടുപോയോ ഇത്? This is Japan. എമിറാത്തി ഫുഡ് സമറാത്തി സീറ്റ് സമറാത്തി ഭയങ്കര ഫേമസ് അത് നുക്കിയാമത്ത് എന്ന പേര്. Guys, this is Africa entry. Come on. അടിപൊളിയായിരുന്നു. അപ്പൊ നമ്മൾ ഇവിടുത്തെ ഇന്നത്തെ ഈ ഗ്ലോബൽ വില്ലേജിലത്തെ യാത്ര ഇന്ന് അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ ദുബായിയുടെ അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വരാം.